എൻ്റെ പേര് റോസമ്മ തോമസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് പുതുക്കാൻ വന്നതാണ്. എനിക്ക് കിട്ടിയ ആത്മീയ അനുഗ്രഹമാണ് ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ഞാൻ വെറുതെ ആയിരിക്കും, എൻ്റെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സിലേക്ക് വിശ്വാസ പ്രമാണം കടന്നു വരാറുണ്ട്. ഞാൻ ഒരു കടയിൽ പത്തനംതിട്ടയിൽ ജോലിക്ക് പോകുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ മുൻപ് ആ സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയാൻ സാധിച്ചത്. ഞാൻ ജോലി ചെയ്യുന്ന കടയിലെ അച്ചായൻ്റെ പെങ്ങളാണ് എനിക്ക് ഒരു 6-7 കൃപാസന പത്രവും 2 ഉടമ്പടി പുസ്തകവും എനിക്ക് കൊണ്ടു തന്നത്. അന്ന് എന്നോട് പറഞ്ഞു, റോസിക്ക് പോകാനായിട്ട് ഇത്രയും ദൂരമുണ്ടല്ലോ, ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഉള്ള ആ സമയത്ത് ഉടമ്പടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വന്ന് എടുക്കാനായിട്ട്, എങ്കിലും പ്രാർത്ഥിക്കണം, കൃപാസനം പള്ളിയിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ സൺഡേയിൽ പള്ളിയിൽ പോയപ്പോൾ കൃപാസന പത്രം പള്ളിയിൽ എല്ലാവർക്കും കൊടുത്തു. പുസ്തകം ഒന്ന് എൻ്റെ കയ്യിൽ വെച്ചു, ഒന്ന് വേറെ ആർക്കോ ഒരാൾക്ക് ഞാൻ കൊടുത്തു. ആർക്കാന്ന് മറന്നുപോയി. അതിനുശേഷം ആ പുസ്തകം ഞാൻ ഇടയ്ക്ക് വായിച്ചു, പകുതി വെച്ച് അത് നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൃപാസനത്തിൽ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടായി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൃപാസനം ഇങ്ങനെ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ കൃപാസനത്തിൽ വരാൻ കാരണം, ജോലി ചെയ്യുന്ന കടയിൽ എൻ്റെ ഒരു കസിൻ ആൻറ്റി വണ്ടി ബാക്കി പാർക്ക് ചെയ്തിട്ട് ഒരു ഒച്ചയായപ്പോഴത്തേക്കും തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോയതാണോ ചോദിച്ചപ്പോൾ അല്ല, കൃപാസനത്തിൽ പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വരണമെങ്കിൽ ഒത്തിരി ദൂരമായതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെ വരും എന്നുള്ളൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ് 2:30 ആയപ്പോൾ എനിക്ക് വരാൻ പറ്റി. ഇവിടുന്ന് ഒറ്റ ബസ്സുണ്ട്. അങ്ങനെ ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് 2024 ഫെബ്രുവരി 10 എത്തുന്നത്. ഇവിടെ വന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്ന് ഞാൻ അകത്ത് പ്രവേശിച്ചപ്പോൾ മുതൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. വന്ന് ക്യൂ നിന്നു. മോളിൽ ഞാനും മകളുമായിട്ട് പോയി ക്യൂവിൽ. അവിടെ മകളെ നിർത്തത്തില്ലാത്തതിനാൽ ഞാൻ മകളെ താഴെ പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ എനിക്ക് ഈ സ്റ്റേജിൽ എൻ്റെ ഒന്നാമത്തെ അനുഭവം സാക്ഷ്യം പറയാനുള്ളത്, ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇത്രയും പേരെ നല്ല ഒരു 2-3 പേരെ ഫേസ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആരായിരുന്നു. പള്ളിയിൽ ഞങ്ങളുടെ ഇടവക പള്ളി ഒരു 33 ഇടവക ഇടവകകൾ മാത്രമേ ഉള്ളൂ. അവരുടെ മുന്നിൽ പോലും നിന്ന് ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിറയലും ബുദ്ധിമുട്ടുമുള്ള ആളാണ് ഞാൻ. അവസാനം വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം കരഞ്ഞു തീരുന്ന പരുവത്തിലാണ് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇത്രയും പേരുടെ മധ്യേ പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷിയാകുവാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരിയധികം സന്തോഷിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷി. ഇത്ര ധൈര്യപൂർവ്വം ഇവിടെ നിന്ന് പറയാൻ സാധിച്ചതിൽ ഞാൻ അമ്മയ്ക്ക് ഒത്തിരിയധികം നന്ദി പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയി. അന്ന് വൈകിട്ട് പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെയ്തു. വന്ന് അത് കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിക്കണമല്ലോ. ബൈബിൾ കുറേ നേരം വായിച്ചതിന് ശേഷം എനിക്ക് വായന നിർത്താൻ പറ്റുന്നില്ല. 12 മണി ആയപ്പോഴത്തേക്കും ഞാൻ ബൈബിൾ വായന നിർത്തി പോയി കിടന്നുറങ്ങി. ഏതാണ്ട് രാത്രിയിൽ 3 മണിയായ സമയത്ത് ഒരു ശബ്ദം എൻ്റെ കാതിലേക്ക് ഭയങ്കര ശക്തിയോടെ ഒരു മെയിൽ വോയിസ് തുളച്ച് കയറുന്ന ശബ്ദമാണ് കേട്ടത്. യെശയ്യാ 45:5 ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കി. ഈ വചനം കേട്ടില്ല. സൗണ്ട് യെശയ്യാ 45:5. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു, ലൈറ്റ് ഇട്ടു. എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ബൈബിൾ എടുത്തില്ല, വീണ്ടും കിടന്നു. ഉറങ്ങാൻ സാധിച്ചില്ല. വീണ്ടും ഞാൻ കിടന്നപ്പോഴത്തേക്കും ബൈബിൾ തുറക്കാമെന്നുള്ളൊരു പ്രേരണ കിട്ടി. ബൈബിൾ തുറന്നപ്പം വചനം ഇതാണ്. പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വാസമാണ്, മാതാവിനെ ഒത്തിരി വിശ്വാസമാണ്. അവരോടിങ്ങനെ എൻ്റെ കുടുംബത്തിൽ മാത്രം എല്ലാവരോടും പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരോട് ഞാൻ പറയും പ്രാർത്ഥിക്കാവുന്ന. പക്ഷെങ്കിൽ പൊതുസമൂഹത്തിലല്ലേ മറ്റൊരിടത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് ധൈര്യമില്ല. ചമ്മലാണ്, ഭയങ്കര ചമ്മലാണ്. എൻ്റെ മുട്ടിടിക്കും, വിറയ്ക്കും, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്നാൽ അന്ന് രാവിലെ ഞാൻ തുണി കഴുകിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചി വയ്യാതെ കിടപ്പുണ്ട്, അമ്മച്ചിയെ പോയി നീ കാണ്, കൃപാസനം പത്രം കൊടുക്കുക, പ്രാർത്ഥിക്ക്. അങ്ങനെ ആ അമ്മച്ചിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. കൃപാസനം പത്രം കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെ എൻ്റെ ജോസാച്ചനും ഒപ്പം എല്ലാ പ്രാർത്ഥനയിലും കൂടും. എന്നെ
എന്നെക്കാട്ടിൽ വിശ്വാസമായി എൻ്റെ ഹസ്ബൻഡിന്. അങ്ങനെ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അക്രൈസ്തവരായ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ രോഗമുള്ള സ്ഥലങ്ങളിൽ തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. അതിനുശേഷം രണ്ടാമത് ഞാനിവിടെ എല്ലാ മാസവും വരും. രണ്ടാമത് വന്നു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ സാക്ഷ്യം കേട്ട് ഇവിടെ ഇങ്ങനെ ഞാനിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പാൻപരാഗ് കഴിക്കുന്ന ഒരാളാണ് 34 വർഷമായിട്ട്. അപ്പോൾ അത് മാറണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. ഞാനിവിടെ ഇരുന്ന് അന്ന് സാക്ഷ്യം കേട്ടപ്പോൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ അതെന്ത് വലിയൊരു സാക്ഷിയാണ്. അപ്പോൾ ആ കേട്ട സാക്ഷി ഇതാണ്, UKG പഠിക്കുന്ന കുഞ്ഞിന് സ്നഗ് കെട്ടിക്കൊണ്ട് വേണം അവൻ സ്കൂളിൽ പോകാൻ. അപ്പോൾ ആ കുട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ട് ഇവിടെ നിന്ന് കേട്ട് എനിക്ക് സങ്കടം വന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചമ്മേ, ഇതൊരു നിസ്സാര കാര്യമാണല്ലോ, അമ്മയ്ക്ക് അത് എടുത്തു മാറ്റാൻ പറ്റുമല്ലോ, അമ്മ അതെനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നെ കൊണ്ടുവിടും. അവിടെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് കടയിൽ നിന്ന് വിളിച്ചു. ഹസ്ബൻഡിന് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, നടുവിന് പ്രോബ്ലം ഉള്ളത് കൊണ്ട്. അപ്പോൾ ലോട്ടറിയുടെ കച്ചവടമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ അവിടെ നിർത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ജോസാച്ചന് ആ കടയിൽ നിന്ന് 2 മുട്ടായി, ഞാനൊരിക്കലും ജോസാച്ചന് അങ്ങനെ മുട്ടായി മേടിക്കുന്ന ഒരാളല്ല, മേടിച്ച് തരുന്ന ഒരാളല്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചു. ഇതെന്താണ് ഇത് തന്നെ പറ്റി മുട്ടായി മേടിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു 2-3 ദിവസമായിട്ട് ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതിൻ്റെ കാര്യമേ മറന്നുപോയിരുന്നു. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടി ഞാൻ ഇത് നിർത്തി നീ അറിഞ്ഞില്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് സാക്ഷ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങളെന്നും സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് രാവിലത്തെ പ്രതീക്ഷ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വിശുദ്ധ തൈലം തൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ വിശ്വാസപ്രമാണം തൊട്ട് ചൊല്ലി പ്രാർത്ഥിക്കും. തലയിൽ കൈവച്ച് തൈലം തൊട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, മകനും മകൾക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടി. അപ്പോൾ പെടലിക്ക് തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കും. പുള്ളിക്ക് പെടലിക്ക് വേദനയുള്ള ഒരാളായിരുന്നു, പെടലി തിരിക്കാനൊക്കെ ഭയങ്കര പാടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു. അത് ഈ പാൻപരാഗ് നിർത്തി എന്ന് പറഞ്ഞ് അന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ പെടലിയുടെ വേദനയും പോയി, ഇപ്പോൾ എനിക്ക് പെടലിക്ക് ആ വേദനയില്ല. അങ്ങനെ ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ രണ്ടാമതിന് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കോവിഡിന് ശേഷം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് കടയിൽ ജോലി ചെയ്യുന്ന സമയത്തായതുകൊണ്ട് ആൾക്കാർ വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. തന്നെയല്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറമ്മക്കി പിടിച്ച് എവിടെയെങ്കിലും മാറിയിരിക്കുമോ അല്ലെ സ്പ്രൈറ്റോ അതെന്തുപോലെ കുടിക്കുകയോ ഒക്കെ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷമേ മാറത്തുള്ളൂ. ഞാൻ ഇതൊന്നും എൻ്റെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനി എങ്ങനെയാകും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് ശങ്കിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ താമസിച്ച് കഴിച്ചിട്ടെങ്ങും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പം എത്ര വെച്ചിരുന്നിട്ട് കഴിച്ചാലും ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലമേ അതിനുശേഷം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിന് 3-4 വർഷത്തിന് മുകളിലായി 2 ചെറിയ മുഴകളുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ പുറകെ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്ത് പല പ്രശ്നങ്ങളായി, പിന്നെ ടെൻഷനായി. അത് കാരണം അതിനുള്ള സാമ്പത്തികമില്ല, പിന്നെ അവിടെ പോയി ചെയ്യണം, അങ്ങനെ പലവിധ കാരണങ്ങളാൽ പറയാറില്ല, ആരോടും ടെസ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ഞാൻ അച്ഛൻ്റെ ആരാധന യൂട്യൂബിൽ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ കാണും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കടയിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തുമല്ല. അങ്ങനെ അച്ഛൻ പറയും നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കൈതൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പം എനിക്ക് എവിടെയൊക്കെ രോഗമുണ്ടോ, നടുവിന് വേദനയുണ്ടോ, എവിടെയൊക്കെ അസുഖങ്ങളുണ്ടോ അവിടെയെല്ലാം ഞാൻ എനിക്കുള്ളിടത്തും അതുപോലെ തന്നെ എന്നെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതുമായ സ്ഥലങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ബ്രസ്റ്റിലെ മുഴ കുറച്ച് നാളായിട്ട് തപ്പി നോക്കിയിട്ടൊന്നും കാണാനില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഡൻസി എന്നെക്കൂടെ തോന്നിപ്പിച്ചു, ലെഫ്റ്റ് സൈഡിൽ യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് ഒന്ന് തൊട്ട് നോക്കണം. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കുരുവാണ്. അപ്പോൾ അത്രയും ദിവസം അതവിടെ ഇല്ലായിരുന്നു.
ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്നെ പരീക്ഷിക്കുകയാണോ ഞാനിവിടെ വന്നതിന്? അപ്പം എനിക്കറിയാം ഇത് മാറുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ആ കുരു അവിടെ കണ്ടില്ല. എന്നാൽ പിറ്റേ ദിവസം ഇതേ സമയത്ത് തന്നെ കുളിച്ചുകൊണ്ട് വന്നപ്പം ലെഫ്റ്റ് സൈഡിൽ തൊട്ട് നോക്കാനായിട്ട് ഒരു പ്രേരണ നോക്കിയപ്പം ഒരു കാപ്പിക്കുരു വലിപ്പത്തിൽ ഒരു മുഴ അവിടെയുണ്ട്. അതിനു മുമ്പ് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സാധനം അവിടെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ ഭയങ്കര ഒരു ടെൻഷനായി. ഇനി ഇനി ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേറെ വല്ല ആകും, ആകപ്പാടെ വെപ്രാളം, മനസ്സിന് ഭയങ്കര ടെൻഷൻ. ഞാൻ തീരുമാനിച്ചു, ആരോടും ഞാൻ പറയത്തില്ല. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 100 കൂട്ടം കാര്യങ്ങളാണല്ലോ. അതിനാൽ അതിനുള്ള സാമ്പത്തികമില്ല, കൊണ്ട് നടക്കാനും പോകാനും വരാനുമുള്ള സാഹചര്യവുമല്ല, കടയിൽ പോകണം. അങ്ങനെ പലവിധ കാരണങ്ങളാൽ ആരോടും പറഞ്ഞില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം കടയിൽ പോകാൻ നേരം രാവിലെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്ക് ഇരിക്കാൻ വയ്യ, ഒന്നും വയ്യ. കടയിൽ മറ്റ് സ്റ്റാഫില്ലാഞ്ഞതിനാൽ എനിക്ക് അന്ന് പോകേണ്ടി വന്നു. ഞാൻ കടയിൽ ചെന്നു. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വയ്യ. വരുന്നവരെല്ലാം ചോദിച്ചു എന്നാ പറ്റിയെന്ന്. അത് കാരണം ഞാൻ അവധി ചോദിച്ചിട്ട് തിരിച്ച് പോരുന്ന വഴിക്ക് നാരങ്ങ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മകളോട് പറഞ്ഞ് പിഴിഞ്ഞിതാ, കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പിട്ട് വെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 4 മണി വരെ കിടന്നു. അതിനുശേഷം വൈകിട്ട് വേണിയിട്ട് അതുപോലെ തന്നെ കുടിച്ചു. ഞാൻ ഓക്കെ ആയി, എൻ്റെ ക്ഷീണമൊക്കെ മാറി. എങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയ ഒരു ടെൻഷനുണ്ട്, ഇതിനി എന്തുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവിടെ തന്നെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, അത് മാറ്റിത്തരണേ മാതാവേ, നിനക്ക് അസാധ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞ് മാധ്യസ്ഥം വഹിച്ച് എനിക്കത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അത് ഞാൻ ആരോടും പറഞ്ഞില്ല, മനഃപൂർവ്വം പറയാനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ശങ്ക തോന്നിച്ചു, ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ലെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ മറ്റുള്ള എന്നെ അറിയാവുന്ന കേൾക്കുന്നവർ ഇങ്ങനെ ഒരു കാര്യം ഇവൾ ഈ വീട്ടിൽ പറഞ്ഞില്ലല്ലോ, എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ടും മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ക്ഷീണം എന്ന കാര്യം എല്ലാവർക്കും അറിയാം, ഞാൻ അവധിയെടുത്ത് കടയിൽ വന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതവർ ഓർത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ തിരിച്ച് എന്നെ കൊണ്ടുവരാനായിട്ട് ജോസച്ചൻ പത്തനംതിട്ടയിലോട്ട് വരും. അപ്പോഴത്തെ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി വേറെ ആരുടെയോ ഒരു മഴയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വന്നു. അങ്ങനെ പുള്ളിക്കാരിയോട് മാത്രമാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതിനുശേഷം സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞു. പിന്നെയുള്ളത് എൻ്റെ നാത്തൂൻ ചേച്ചിയുടെ മകൾക്ക് വിദേശത്ത് പോകാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ പഠിച്ച് 1 വർഷം കഴിഞ്ഞ് ജോലിയിലാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ശരിയായിരിക്കുകയാണ്. അവർ ഈ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോഴവർ കൂടുതലായിട്ട് സാക്ഷ്യം പറഞ്ഞോളും. പിന്നെ മറ്റൊരു നാത്തൂൻ്റെ മകളുടെ നടുവിന് വേദന, പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, നടുവിന് വേദന. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം ഉടമ്പടിയിൽ വെച്ച്. അങ്ങനെ ഒത്തിരി വ്യത്യാസം അവളിപ്പോൾ തന്നെ എണീറ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പിന്നെ അടുത്ത സാക്ഷി, എൻ്റെ കൃപാസനം ഞാൻ കടയിൽ വരുന്നവർക്കും പോകുന്നവർക്കും വഴിയിൽ നടന്നു വരുന്നതും കാണുന്നവർക്കും എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ആണ് കൃപാസനത്തെ പറ്റി പറയും. അങ്ങനെ ആണ് കൃപാസനം പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയ ജോലിയുണ്ടെന്ന്, കൊച്ചു ജോലിയാണ്. എങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു അംശം ഞാൻ എപ്പോഴും എല്ലാ മാസവും കാരുണ്യ പ്രവർത്തിക്കായിട്ട് നീക്കി വെക്കാറുണ്ട്. അവർക്കത് അയച്ചു കൊടുക്കാറുണ്ട് 2 സ്ഥാപനങ്ങളിലേക്ക്. അല്ലാതെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി വരുന്നുണ്ട്. അങ്ങനെ പലർക്കും ചെറിയ ചെറിയ സഹായങ്ങൾ എന്നെ കഴിയുന്നില്ല. എനിക്ക് ഒത്തിരിയൊന്നും കൊടുക്കാനില്ല, എന്നാലും എനിക്ക് ഉള്ളതിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പോഴത് കൃപാസനത്തിൽ വരുന്നതിന് മുന്നും വന്നു കഴിഞ്ഞു കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. 34 വർഷമായിട്ട് ഈ സഹോദരിയുടെ ഭർത്താവ് പുകയില യൂസ് ചെയ്തിരുന്നു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ദുശീലം പൂർണ്ണമായിട്ട് ആ സഹോദരൻ്റെ വിട്ടുമാറിയെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ സഹോദരി ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രകാരമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ, പള്ളിയിലാണെന്നുണ്ടെങ്കിലും ബൈബിൾ വായിക്കാൻ പറയുമ്പോഴൊക്കെ പിന്നോട്ട് വലിയായിരുന്നു പറഞ്ഞു. കൃപാസനത്തിന് വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ആത്മധൈര്യം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. 3-മതായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു കൃപ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, ദൈവപിതാവിൻ്റെ ആ ഒരു സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞത്. യെശയ്യാ 45:5 തിരുവചനം
ചെവിയിൽ നിന്ന് ഒരു മെയിൽ വോയിസ് ഞാൻ കേട്ടു എന്നാണ് പറഞ്ഞത്. അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനാണ് കർത്താവ്, ഞാൻ നിൻ്റെ അരമുറുക്കും. അതാണ് തിരുവചനത്തിൽ നമ്മൾ ഏഷ്യ 45:5 വായിക്കുന്നത്. അപ്പം അതിനുശേഷം ആ ഒരു പ്രത്യേക സന്ദേശം ലഭിച്ചതിന് ശേഷം ഈ സഹോദരിക്ക് രോഗികളായ മക്കളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും അവരെ തൈലം പുരട്ടി പ്രാർത്ഥിക്കാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മധൈര്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കൃപയാണത്. അതായത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, ദൈവപിതാവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ചില അസുഖങ്ങൾ, അതായത് യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്ത് ഒരു അസുഖം വരാൻ പോകുമ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവമാതാവിനെ കുറിച്ചൊരു സൂചന നൽകുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥനയുടെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്നാണ് ഈ സാക്ഷ്യത്തിൽ പറഞ്ഞത്. അപ്പം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.